ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈലാഞ്ചി ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ശിശിന. ഇന്ന് നമ്മൾ +1 കുട്ടികളുടെ ഇംഗ്ലീഷ് ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതുവരെ നമ്മൾ SSLC ക്ലാസ്സുകൾ മാത്രമേ അപ്ലോഡ് ചെയ്തിരുന്നുള്ളൂ. അപ്പൊ ഇനി മുതൽ നമ്മൾ എല്ലാ ശനിയാഴ്ചയും ചൊവ്വാഴ്ചയും +1 ക്ലാസ്സുകൾ കൂടി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവരും മറക്കാതെ വീഡിയോ കാണുക. ഇന്നത്തെ ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം നമ്മുടെ +1 ക്ലാസ്സിലെ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നെസ് ആണ്. എന്താണ് ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നെസ് എന്ന് പറഞ്ഞാൽ? മഹത്വത്തിൻ്റെ ദർശനം എന്നാണ്. ഈ ഒരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ ഒരു കോട്ടിങ്ങോട് കൂടിയിട്ടാണ്. ആരായിരുന്നു വിൻസ്റ്റൺ ചർച്ചിൽ? ദ ഫോമർ പ്രൈം മിനിസ്റ്റർ ഓഫ് യുണൈറ്റഡ് കിങ്ഡം. യുണൈറ്റഡ് കിങ്ഡത്തിലെ ഫോമർ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു വിൻസ്റ്റൺ ചർച്ചിൽ. ഇനി നമുക്ക് ആ ഒരു കോട്ടിങ് നോക്കാം. Success is not final. Failure is not fatal. It is the courage to continue that counts. Success is not final. അതായത് വിജയം എന്ന് പറയുന്നത് അന്തിമമായിട്ടുള്ള ഒന്നല്ല. അതുപോലെ തന്നെ ഫെയിലിയർ ഈസ് നോട്ട് ഫാറ്റൽ. തോൽവി എന്ന് പറയുന്നത് ഒരാൾക്ക് മാത്രം വിധിക്കപ്പെട്ട ഒന്നുമല്ല. ഇറ്റ് ഈസ് ദ കറേജ് ടു കണ്ടിന്യൂ ദാറ്റ് കൗണ്ട്സ്. നിരന്തരമായിട്ടുള്ള പരിശ്രമം തുടരാനുള്ള ഒരു ധൈര്യമാണ് ഇവിടെ പ്രധാനം. പരാജയപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇനി എൻ്റെ ജീവിതത്തിൽ എന്നും പരാജയമായിരിക്കും അത് കരുതിയിട്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല. അയാൾ വിജയിക്കാനുള്ള ആ ഒരു പരിശ്രമം തുടർന്നുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ വിജയിച്ചൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇനി എന്നും വിജയിച്ചു കൊണ്ടിരിക്കും എന്ന് കരുതിയിട്ട് അഹങ്കരിക്കും വേണ്ട. നമ്മളുടെ ആ ഒരു വിജയം നിലനിർത്താനുള്ള ആ ഒരു പരിശ്രമം ആ ഒരു സമയത്ത് തുടർന്നുകൊണ്ടിരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് വിൻസ്റ്റൺ ചർച്ചിൽ ഈ ഒരു കോട്ടിങ്ങിലൂടെ നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നെസ് എന്ന നമ്മുടെ ഈ ഒരു യൂണിറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നതെന്ന് നോക്കാം. ഓരോ യൂണിറ്റിൻ്റെയും പർപ്പസ് എന്താണ് എന്നുള്ളത് ആ ഒരു യൂണിറ്റിൻ്റെ ഇൻട്രൊഡക്ഷനിലായിരിക്കും തന്നിരിക്കുക. ഇവിടെ വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ ആ ഒരു കോട്ടോട് കൂടിയിട്ടാണ് നമ്മുടെ ഈ ഒരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സക്സസ് ഈസ് നോട്ട് അൺഡൗട്ടഡ്ലി ദ ഫ്രൂട്ട് ഓഫ് പെർസിവറൻസ്. ദ ഗ്രേറ്റ് അച്ചീവ്മെൻറ്റ്സ് ഓഫ് അതേഴ്സ് ക്യാൻ ഇൻസ്പയർ us, ആൻഡ് വി ഇൻ ടേൺ ക്യാൻ ബി ആൻ ഇൻസ്പിറേഷൻ ടു മെനി. The first unit of this textbook, Glimpses of Greatness, highlights the personality traits of some great people. It throws light on the qualities that are to be developed so as to become successful in life. Success എന്ന് പറയുന്നത് the fruit of perseverance. എന്താണ് പെർസിവറൻസ്? നിരന്തരമായിട്ടുള്ള പരിശ്രമം അല്ലേ? അപ്പോൾ വിജയം എന്ന് പറയുന്നത് നിരന്തരമായിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഫലമാണ്. The great achievements of others can inspire us, and we in turn can be inspiration to many. അതായത് ഒരുപാട് മഹത്തായ വ്യക്തികളുടെയൊക്കെ സക്സസ് നമുക്ക് ഇൻസ്പിറേഷനായിട്ട് മാറിയിട്ടുണ്ടല്ലേ? അതുപോലെ തന്നെ ഇനി വരുന്ന തലമുറയ്ക്ക് നമ്മളും ഒരു ഇൻസ്പിറേഷനായിട്ട് മാറണം. The first unit of this textbook, Glimpses of Greatness, highlights the personality traits of some great people. നിങ്ങളുടെ ഗ്ലിംസസ് ഓഫ് ഗ്രേറ്റ്നെസ് എന്ന ഈ ഒരു യൂണിറ്റിൽ കുറച്ച് മഹത്തായ വ്യക്തികളുടെ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അടുത്ത വരിയിൽ എന്താണ് പറയുന്നത്? ഇറ്റ് ത്രോസ് ലൈറ്റ് ഓൺ ദി ക്വാളിറ്റീസ് ദാറ്റ് ആർ ടു ബി ഡെവലപ്ഡ് സോ ആസ് ടു ബിക്കം സക്സസ്ഫുൾ ഇൻ ലൈഫ്. ലൈഫിൽ നമ്മൾ സക്സസ് ആവാൻ വേണ്ടിയിട്ട് ഏതൊക്കെ ക്വാളിറ്റീസ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം എന്നൊക്കെയാണ് ഈ ഒരു യൂണിറ്റിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കൊരു മോട്ടിവേഷനായിട്ട് നമുക്കൊരു ഇൻസ്പിറേഷനായിട്ട് എന്തൊക്കെ ക്വാളിറ്റീസ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം എന്നൊക്കെ കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിലൂടെ ഈ ഒരു യൂണിറ്റിലൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദിസ് യൂണിറ്റ് ഇൻക്ലൂഡ്സ് ആൻ അനഡോട്ട് ഫ്രം ദ ലൈഫ് ഓഫ് എബ്രഹാം ലിങ്കൺ, ആബ്സ് ഫസ്റ്റ് സ്പീച്ച്, എ സ്റ്റോറി ബൈ ലിയാമോ ഫ്ലഹേർട്ടി, ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്, എ സ്പീച്ച് ബൈ ഡോക്ടർ APJ അബ്ദുൽ കലാം, ഐ വിൽ ഫ്ലൈ, എ പ്രൊഫൈൽ ഓഫ് സ്റ്റീഫൻ ഹോക്കിംഗ്, ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിത്തിങ്, and a poem by Rudyard Kipling. It aims at equipping the learners to face the challenges of life with courage, confidence, and perseverance, and to become unique in their own ways. While doing so, they must uphold the values of life. The unit also aims at building confidence in learners to use English effectively, and to help them acquire a strong linguistic foundation that will improve their application of their language in other contexts. ഈ ഒരു യൂണിറ്റിൽ ദ ലൈഫ് ഓഫ് എബ്രഹാം ലിങ്കൺ, ആബ്സ് ഫസ്റ്റ് സ്പീച്ച്, അതുപോലെ തന്നെ എ സ്റ്റോറി ബൈ ലിയാമോ ഫ്ലഹേർട്ടി, ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്, എ സ്പീച്ച് ബൈ ഡോക്ടർ APJ അബ്ദുൽ കലാം, ഐ വിൽ ഫ്ലൈ, എ പ്രൊഫൈൽ ഓഫ് സ്റ്റീഫൻ ഹോക്കിംഗ്, ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിത്തിങ്,
ആൻഡ് എ പോയം ബൈ റുഡിയാർഡ് കിപ്ലിംഗ്. ഇത്രയും ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? ധൈര്യം, ആത്മവിശ്വാസം, അതുപോലെ തന്നെ വെല്ലുവിളികളൊക്കെ നേരിടാനുള്ള ഒരു പ്രേരണയാണ് ഈ ഒരു ഫസ്റ്റ് യൂണിറ്റിലെ 4 ചാപ്റ്റേഴ്സിൻ്റെ ലക്ഷ്യം. നമ്മളൊരിക്കലും മറ്റൊരാളെ ഇമിറ്റേറ്റ് ചെയ്യല്ല വേണ്ടത്, നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി നമ്മളിൽ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ധൈര്യത്തോട് കൂടിയിട്ട് ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് നിങ്ങളുടെ പുതിയ ഒരു ഭാഗത്തേക്ക്, അതായത് +1 എന്ന നിങ്ങളുടെ ഈ ഒരു ഭാഗത്തേക്ക് കാൽ വെച്ച് തുടങ്ങുകയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യണം. അതായത് മറ്റുള്ളവരെ പോലെ ഇമിറ്റേറ്റ് ചെയ്യാനല്ല ശ്രമിക്കേണ്ടത്, അവരുടെ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു വ്യക്തിത്വത്തിൽ ഉറച്ചു നിൽക്കുകയാണ് വേണ്ടത്. ആ ഒരു കാര്യം തന്നെയാണ് ഇവിടെ ഈ ഒരു ലൈനിലും പറയുന്നത്. ഇറ്റ് എയിംസ് അറ്റ് എക്യുപ്പിംഗ് ദ ലേണേഴ്സ് ടു ഫേസ് ദ ചലഞ്ചസ് ഓഫ് ലൈഫ് വിത്ത് കറേജ്, കോൺഫിഡൻസ് ആൻഡ് പെർസിവറൻസ് ആൻഡ് ടു ബിക്കം യൂണീക്ക് ഇൻ ദെയർ ഓൺ വേസ്. അതായത് ധൈര്യത്തോടും ആത്മവിശ്വാസത്തോടും അതുപോലെ തന്നെ നിരന്തരമായിട്ടുള്ള നിങ്ങളുടെ പരിശ്രമത്തോടും കൂടിയിട്ട് നിങ്ങളുടേതായിട്ടുള്ള പുതിയൊരു വഴി, മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിട്ട് യൂണീക്കായിട്ടുള്ള ഒരു വഴി തിരഞ്ഞെടുക്കുക. ലൈഫിലുള്ള എല്ലാ ചലഞ്ചസും വളരെ ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് തന്നെ നേരിടുക. വൈൽ ഡൂയിങ് സോ they must uphold the values of life. The unit also aims at building confidence in learners to use English effectively and to help them acquire a strong linguistic foundation that will improve their application of the language in other contexts. നിങ്ങളുടേതായിട്ടുള്ള ഒരു എയിം അറ്റൈൻ ചെയ്യാം. നിങ്ങൾക്ക് വരുന്ന ചലഞ്ചസൊക്കെ വളരെ ധൈര്യമായിട്ട് തന്നെ നിങ്ങൾ നേരിടുക. ഇങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൻ്റെ വാല്യൂസ് മനസ്സിലാവുകയും അത് മുറുകെ പിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുകയും ചെയ്യും. പിന്നെന്താണ് പറയുന്നത്? ഇംഗ്ലീഷ് ലാംഗ്വേജ് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാനുള്ള ആ ഒരു കോൺഫിഡൻസ് നിങ്ങളിൽ ഡെവലപ്പ് ചെയ്തെടുക്കണം. അതുപോലെ ലാംഗ്വേജിൻ്റെ ആ ഒരു സ്ട്രോങ് ലിംഗ്വിസ്റ്റിക് ഫൗണ്ടേഷന് അത് നിങ്ങളിൽ ക്രിയേറ്റ് ചെയ്തെടുക്കണം. അതുവഴി നിങ്ങൾക്ക് ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ നമ്മളൊരു എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇംഗ്ലീഷ് എന്ന ആ ഒരു ലാംഗ്വേജിനെ നമ്മൾ ഒരു സബ്ജക്റ്റായി കാണുന്നതിന് പകരം അതിനെ ഒരു ലാംഗ്വേജായിട്ട് കാണാൻ ശ്രമിക്കുക. അങ്ങനെ കാണാൻ ശ്രമിക്കുമ്പോൾ നമ്മളൊരു സബ്ജക്റ്റ് ആണെങ്കിൽ നമ്മളത് ബൈ ഹാർട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റ് ബേസ്ഡ് അത്രയും കാര്യങ്ങൾ മാത്രമേ നമ്മളതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുകയുള്ളൂ. നേരെ മറിച്ച് അതൊരു ലാംഗ്വേജായിട്ട് നമ്മൾ ഉൾക്കൊള്ളുകയാണെങ്കിൽ അതിൽ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കും. നമ്മളുടെ ഓരോ സംസാരത്തിലൂടെ അല്ലെങ്കിൽ നമ്മൾ അത് ഉപയോഗിക്കുന്നതിലൂടെ ആയിരിക്കും ആ ഒരു ലാംഗ്വേജിൻ്റെ വളർച്ച എന്ന് പറയുന്നത്. അപ്പം നമ്മളുടെ ഇംഗ്ലീഷിലേക്കുള്ള ആ ഒരു വഴി, ആ ഒരു മാർഗം അത് ഡെവലപ്പ് ചെയ്തെടുക്കും. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് എഫക്റ്റായിട്ട് യൂസ് ചെയ്യാനുള്ള ആ ഒരു കോൺഫിഡൻസും കൂടെ അതിൽ നിന്ന് കിട്ടും. അതായത് എന്താണ് ഇവിടെ പറയുന്നത്? അതായത് ഇംഗ്ലീഷ് എന്ന ആ ഒരു ലാംഗ്വേജ് നിങ്ങൾ ലാംഗ്വേജായിട്ട് കാണുന്നതും അത് ഒരു സബ്ജക്റ്റായിട്ട് കാണുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ലാംഗ്വേജായിട്ട് കാണുകയാണെങ്കിൽ നമ്മളുടെ ആ ഒരു നിരന്തരമായിട്ടുള്ള പ്രയത്നത്തിലൂടെ അത് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് പുതിയ പുതിയ അറിവുകളും പുതിയ പുതിയ കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയും ചെയ്യും. നിങ്ങളൊരു സബ്ജക്റ്റായിട്ട് മാത്രം കാണുകയാണെങ്കിൽ നമ്മുടെ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ആ ഒരു പോയിൻ്റ് മാത്രമേ നമ്മൾ ഫോക്കസ് ചെയ്യുള്ളൂ. ആ ഒരു സബ്ജക്റ്റ് മാത്രമേ നമ്മൾ നോക്കുകയുള്ളൂ. അതായത് നമുക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് പഠിക്കാനുണ്ടെങ്കിൽ ആ ഒരു ടോപ്പിക്ക് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുകയുള്ളൂ. അപ്പം നമ്മുടെ ആ ഒരു അറിവ് അല്ലെങ്കിൽ ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് അറിയുന്നത് അത്രയും വരുള്ളൂ. നമ്മളൊരു ലാംഗ്വേജ് ആയിട്ട് ഇതാക്കുകയാണെങ്കിൽ നമുക്കത് ഇമ്പ്രൂവ് ചെയ്തിട്ട് നല്ല മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാം. അപ്പോൾ ഇവിടെ മൊത്തത്തിൽ എന്താണ് പറയുന്നത്? ഈ ഒരു വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ ആ ഒരു കോട്ടിങ്ങും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു യൂണിറ്റിനെ കുറിച്ച് പറയുന്നത് കൂടെ നിങ്ങൾ ഈ +1 എന്ന ആ ഒരു പുതിയൊരു ലോകത്തേക്ക് കാൽ വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് വളർച്ചയുടെ ആ ഒരു കാലഘട്ടത്തിൽ പുതിയ പുതിയ കാര്യങ്ങൾ, പുതിയ പുതിയ അറിവുകളൊക്കെ മനസ്സിലാക്കാനുണ്ടായിരിക്കും. നിങ്ങളുടേതായിട്ടുള്ള കാഴ്ചപ്പാടിൽ കാര്യങ്ങളെ കണ്ട് മനസ്സിലാക്കാനും അതുപോലെ തന്നെ മഹത്തായ വ്യക്തികളുടെ ആ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ അവർ നടത്തിയിട്ടുള്ള ആ ഒരു കാഴ്ചപ്പാടിൽ അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടേതായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്തെടുക്കണം. വളരെ കോൺഫിഡൻസോട് കൂടിയിട്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് വരുന്ന ആ ഒരു ചലഞ്ചസൊക്കെ തന്നെയും വളരെ കോൺഫിഡൻസോടും വളരെ ആത്മവിശ്വാസത്തോടും കൂടിയിട്ട് നിങ്ങൾ ആ ഒരു കാര്യങ്ങൾ നേരിടണം. ഇനി അടുത്ത പേജ് നോക്കുമ്പോൾ നമുക്ക് വേറൊരു കോട്ടിങ്ങും കൂടെ കാണാൻ കഴിയും. സം ആർ ബോൺ ഗ്രേറ്റ്, സം അച്ചീവ് ഗ്രേറ്റ്നസ്, സം ഹാവ് ഗ്രേറ്റ്നസ് ത്രസ്റ്റ് അപ്പോൺ ദം ബൈ വില്യം ഷേക്സ്പിയർ, 12th നൈറ്റ്. വില്യം ഷേക്സ്പിയറിൻ്റെ 12th നൈറ്റ് എന്ന ആ ഒരു വർക്കിലുള്ള ഒരു കോട്ടിങ്ങാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്താണ് ഈ ഒരു കോട്ടിങ്ങിൽ പറയുന്നത്? സം ആർ ബോൺ ഗ്രേറ്റ്, ചിലർ മഹാന്മാരായിട്ട് ജനിക്കുന്നു. സം അച്ചീവ് ഗ്രേറ്റ്നസ്, മറ്റു ചിലർ മഹത്വം നേടിയെടുക്കുന്നു അല്ലെങ്കിൽ അച്ചീവ് ചെയ്യുന്നു, ആ ഒരു ഗ്രേറ്റ്നസ് അച്ചീവ് ചെയ്യുന്നു. സം ഹാവ് ഗ്രേറ്റ്നസ് ത്രസ്റ്റ് അപ്പോൺ ദം, മറ്റു ചിലരിൽ ഈ ഒരു മഹത്വം അടിച്ചേൽപ്പിക്കുന്നു, ഈ ഒരു ഗ്രേറ്റ്നസ് അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഈ ഒരു കോട്ടിങ്ങിൽ പറയുന്നത്.
ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ, നമുക്ക് ലഭിക്കുന്ന ഗ്രേറ്റ്നെസ് അല്ലെങ്കിൽ ഈ ഒരു അച്ചീവ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ സക്സസ് ഇതൊക്കെ നമുക്ക് ജന്മനാ കിട്ടുന്നതാണോ അതോ നമ്മുടെ എഫേർട്ടും പരിശ്രമവും കൊണ്ട് നേടിയെടുക്കുന്നതാണോ? എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് ജന്മനാ കിട്ടുന്നതല്ല, അത് നമ്മുടെ നിരന്തരമായിട്ടുള്ള പരിശ്രമം കൊണ്ട് നമ്മൾ നേടിയെടുക്കുന്നതാണ്, നമ്മൾ അച്ചീവ് ചെയ്തെടുക്കുന്നതാണ്. നിങ്ങളിതിൽ ഏതാണ് വിശ്വസിക്കുന്നത്? നമുക്ക് ജന്മനാ കിട്ടുന്നതാണെന്ന് പറയാൻ നമുക്ക് ജന്മനാ ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു കഴിവ് കിട്ടിയേക്കാം. പക്ഷെ നമ്മുടെ നിരന്തരമായിട്ടുള്ള എഫേർട്ടും പരിശ്രമവും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏതൊരു കാര്യത്തിലും അച്ചീവ് ചെയ്യാൻ കഴിയുള്ളൂ. ഇപ്പം നമ്മുടെ മുന്നിൽ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. മഹത് വ്യക്തികളായിട്ടുള്ള ഒരുപാട് വ്യക്തികളെ നമ്മുടെ മുന്നിൽ കാണുന്നുണ്ട്. അതായത് നമ്മുടെ മഹാത്മാഗാന്ധി, ഡോക്ടർ APJ അബ്ദുൽ കലാം, എബ്രഹാം ലിങ്കൺ, മദർ തെരേസ, അങ്ങനെ ഒരുപാട് മഹത് വ്യക്തികളുണ്ട്. ഇവരുടെ നിരന്തരമായിട്ടുള്ള കഴിവും പരിശ്രമവും കൊണ്ട് ഉന്നത തലങ്ങളിൽ എത്തിച്ചേർന്നവരാണ്. നിങ്ങൾക്കിതിൽ ഏതാണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ് ഈ ഒരു ഫസ്റ്റ് ഭാഗം പറയുന്നത്. ഇനി രണ്ടാമത്തെ നോക്കൂ. വാട്ട് ക്വാളിറ്റീസ് മേക്ക് പീപ്പിൾ ഗ്രേറ്റ്? ഡിസ്കസ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് റൈറ്റ് ദം ഇൻ ദി ബോക്സസ് ബിലോ. ഇവിടെ താഴെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ടല്ലേ. എന്തൊക്കെ ക്വാളിറ്റീസാണ് ഒരാളെ ഗ്രേറ്റ്നെസ്സിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് അയാളുടെ എന്തൊക്കെ എഫേർട്ടുകൾ, എന്തൊക്കെ ക്വാളിറ്റീസാണ് അയാൾ ഉണ്ടാവേണ്ടതെന്നാണ് ചോദിക്കുന്നത്. ഇവിടെ താഴെ സർക്കിളിൽ ഗ്രേറ്റ്നെസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിന് ചുറ്റും 6 ബോക്സസ് കാണുന്നുണ്ട് അല്ലേ. അതിൽ 2 ബോക്സ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഹാർഡ് വർക്ക്, അതുപോലെ തന്നെ പെർസീവറൻസ്, നമ്മുടെ കഠിനമായിട്ടുള്ള ആ ഒരു വർക്കും അതുപോലെ തന്നെ നിരന്തരമായിട്ടുള്ള പരിശ്രമവും. അതല്ലാതെ എന്തൊക്കെ ക്വാളിറ്റീസാണ് ഒരു നല്ല ഗ്രേറ്റ്നെസ്സിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരാളിൽ ഉണ്ടാവേണ്ടത്? നമുക്ക് ഓരോ പോയിൻറ്റ്സ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് കോൺഫിഡൻസ് വേണമല്ലേ നമുക്ക് ആ ഒരു ഗ്രേറ്റ്നെസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തായാലും കോൺഫിഡൻസ് വേണം. എനിക്കത് ചെയ്യാൻ കഴിയുമെന്നുള്ള ആ ഒരു ആത്മവിശ്വാസമാണ് നമ്മളിൽ ഉണ്ടാവേണ്ടത്. നമ്മൾ ഏതൊരു കാര്യം എടുക്കുകയാണെങ്കിലും ആ ഒരു കാര്യം നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല എന്നുള്ള ആ ഒരു തെറ്റായ മനോഭാവം നമ്മളിൽ ഉണ്ടാവരുത്. എന്തായാലും അത് നമുക്ക് ചെയ്യാൻ കഴിയും എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് നമുക്ക് ആവശ്യമുണ്ട്. രണ്ടാമത് എന്താണ്? കറേജ്. അതും ഈ ഒരു കോൺഫിഡൻസുമായിട്ട് റിലേറ്റ് ചെയ്തത് തന്നെയാണ്. കറേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ധൈര്യം അല്ലേ. നമുക്ക് ചെയ്യാൻ കഴിയില്ലേ എന്നുള്ള ഒരു പേടി, ഒരു ഭയം, അത് നമ്മളിൽ എപ്പോഴും ഒരു പിന്നോക്ക ഭാഗത്തേക്ക് നിർത്തുന്നുണ്ട്. അങ്ങനെ ഉണ്ടാവരുത്. നമുക്ക് ഏതൊരു കാര്യമായാലും നമ്മളെക്കൊണ്ട് ചെയ്യാൻ കഴിയും എന്നുള്ള ധൈര്യത്തോട് കൂടിയിട്ട് തന്നെ നമ്മൾ ആ ഒരു കാര്യം നേരിടുക. അടുത്ത പോയിൻ്റ് എന്താണ്? ഡിറ്റർമിനേഷൻ. എന്താണ് ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തമായിട്ടുള്ള ഒരു തീരുമാനം, ഒരു ദൃഢനിശ്ചയം. നിങ്ങൾക്ക് എന്താവാനാണോ ആഗ്രഹം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആവാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാര്യം ചെയ്യാനുണ്ടെങ്കിൽ എല്ലാത്തിനും നമുക്ക് സ്വന്തമായിട്ടുള്ള ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ടീച്ചർ ആവാനാണ് ആഗ്രഹം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു പ്രൊഫഷൻ ആവശ്യമുണ്ട്. ഏതായാലും അത് നിങ്ങളുടെ മാത്രം തീരുമാനമാണ്. അതായത് നിങ്ങൾക്ക് താല്പര്യമുള്ള ഭാഗമാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. നമ്മളെ തളർത്താനും ഇതാക്കാനും ഒക്കെ ഒരുപാട് ആൾക്കാരുണ്ടാവും. നമുക്ക് സ്വന്തമായിട്ടുള്ളൊരു തീരുമാനം ഉണ്ടായിരിക്കണം. നമ്മളൊന്ന് പറയുമ്പോൾ അത് മോശമാണ്, അല്ലെങ്കിൽ അത് തെറ്റാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാം ഒരുപാട് വ്യക്തികൾ നമ്മുടെ ചുറ്റുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ടുള്ള ഒരു അഭിപ്രായം ഉണ്ടായിരിക്കണം. അടുത്തത് എന്താണ്? പേഷ്യൻസ്. നാലാമത്തെ പോയിൻ്റ് പേഷ്യൻസ്. നമ്മൾ ഏതൊരു കാര്യം ചെയ്യുകയാണെങ്കിലും വളരെ ക്ഷമയോട് കൂടിയിട്ട് നമുക്കൊരു ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കാം. എങ്കിൽ മാത്രമേ നമുക്കൊരു വിജയം ഉറപ്പായിട്ടും കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതിലും കൂടുതൽ ഏതെങ്കിലുമൊക്കെ പോയിൻറ്റ്സ് അറിയെങ്കിൽ അതും കൂടെ ചേർത്തുകൊള്ളാം. ഇപ്പോൾ ഞാൻ 4 പോയിൻറ്റ്സ് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? കോൺഫിഡൻസ്, കറേജ്, ഡിറ്റർമിനേഷൻ ആൻഡ് പേഷ്യൻസ്. ഇനി മൂന്നാമത്തെ ശ്രദ്ധിക്കൂ. വി സ്ട്രൈവ് ടു റീച്ച് ഹൈറ്റ്സ്, അച്ചീവ് ഗ്രേറ്റ്നെസ് ആൻഡ് ബി സക്സസ്ഫുൾ ഇൻ ലൈഫ്, ബട്ട് അറ്റ് ടൈംസ് ഇറ്റ് സീംസ് ഡിഫിക്കൽട്ട്. എന്താണ് ഇതിൽ പറയുന്നത്? നമ്മൾ ഉന്നത തലങ്ങളിലെത്താൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അല്ലേ. ബട്ട് എല്ലാ ടൈമുകളും നമുക്ക് അനുകൂലമാവണമെന്നില്ല. ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് കഠിനമായിട്ട് പരിശ്രമിച്ചു, പക്ഷേ നിർഭാഗ്യവശാൽ നമുക്ക് ആ ഒരു കാര്യം എയിം ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ എയിം ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് ഓർത്തിട്ടുള്ള ആ ഒരു സങ്കടം ഉണ്ടാവരുത്. നമ്മുടെ ആ ഒരു പരിശ്രമം നമ്മൾ തുടർന്നു കൊണ്ടേയിരിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു വിജയം ഉറപ്പായിട്ടും കിട്ടും. നമുക്ക് ഏതൊരു കാര്യത്തിലും ഒരു തളർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതോട് കൂടിയിട്ട് നമ്മൾ ആ ഒരു കാര്യം ഒഴിവാക്കരുത്. നമുക്ക് ഒരു എക്സാം എഴുതി, ആ ഒരു എക്സാമിൽ നമ്മൾ വിചാരിച്ച അത്ര മാർക്ക് കിട്ടിയില്ല, അപ്പോൾ എന്നെക്കൊണ്ട് ഇനി പഠിച്ചാൽ കഴിയില്ല, എനിക്ക് അത്ര തന്നെ കിട്ടുള്ളൂ, അതിൽ കൂടുതൽ മാർക്ക് വാങ്ങാനൊന്നും എന്നെക്കൊണ്ട് കഴിയില്ല എന്നുള്ള ആ ഒരു തെറ്റായ മനോഭാവം നിങ്ങളിലുണ്ടാവരുത്. നമ്മൾ ഏതൊരു കാര്യം എടുക്കുകയാണെങ്കിലും വളരെ എഫേർട്ടോട് കൂടിയിട്ട് പരിശ്രമിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കൊരു വിജയം കിട്ടും. നിങ്ങളിവിടെ താഴെ കാണുന്ന ഒരു പിക്ചർ കണ്ടോ? ആ ഒരു ചിത്രം നോക്കി നോക്കൂ. എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ആ ഒരു പിക്ചറിൽ നിന്ന് മനസ്സിലാവുന്നത്? നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലായത്?
ഞാൻ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ നിങ്ങളോട് പറയാം. ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ഒരു സ്കൂൾ ആനിവേഴ്സറി എന്ന് കാണുന്നുണ്ട് അല്ലേ? അപ്പോൾ ആ ഒരു സ്കൂൾ ആനിവേഴ്സറി എന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അവിടെ ആ ഒരു സ്കൂളിലെ വാർഷികാഘോഷം നടക്കുകയാണ്. പിന്നെ എന്തൊക്കെയാണ് അതിൽ കാണുന്നത്? ഒരു മൈക്കിൻ്റെ മുന്നിൽ ഒരു കുഞ്ഞ് നിൽക്കുന്നുണ്ട് അല്ലേ? ആ ഒരു കുഞ്ഞ് എങ്ങനെയാണ് നിൽക്കുന്നത്? വളരെ പേടിച്ച് ടീച്ചർ നിർബന്ധിച്ച് നിർത്തിയ പോലെ തോന്നുന്നുണ്ട്. പിന്നെ സൈഡിൽ കുറച്ച് ആളുകൾ അത് വാച്ച് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഷൈനെസ്, പേടി അങ്ങനെയുള്ള കാരണം കൊണ്ട് ആ ഒരു പ്രോഗ്രാമിന് പോകാൻ മടിച്ച് നിൽക്കുന്ന ഒരു കുട്ടിയെ പോലെയാണ് നമുക്ക് അത് കണ്ടാൽ തോന്നുക. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഒരു പിക്ചറിൽ കാണിക്കുന്നതും അത് തന്നെയാണ്. നമ്മുടെ ആ ഒരു ഷൈനെസ് കാരണം നമുക്ക് ആ ഒരു സ്റ്റേജിൻ്റെ മുന്നിൽ മറ്റു വ്യക്തികളുടെ മുന്നിൽ പെർഫോം ചെയ്യാനുള്ള ഒരു മടി, ഒരു ഭയം, അങ്ങനെയുള്ള കാര്യങ്ങളുകൊണ്ട് പോകാൻ മടിച്ചു നിൽക്കുന്ന ഒരു കുട്ടിയെ ടീച്ചർ നിർബന്ധിച്ച് ആ ഒരു സ്റ്റേജിലേക്ക് പറഞ്ഞയച്ച ആ ഒരു അവസ്ഥയാണ് ഇവിടെ കാണിക്കുന്നത്. വാട്ട് തോട്ട്സ് ആൻഡ് ഫീലിങ്സ് ഡസ് ഇറ്റ് ഇവോക്ക് ഇൻ യു? ഈ ഒരു പിക്ചർ കാണുമ്പോൾ എന്തൊക്കെ തോട്ട്സ്, എന്തൊക്കെ ഫീലിങ്സാണ് നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്? അതാണ് ഇവിടെ ചോദിക്കുന്നത്. അതിപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പിക്ചറിൽ കാണുന്നതെന്ന് പറഞ്ഞു അല്ലേ? രണ്ടാമത്തെ ചോദ്യം നോക്കൂ. ഗിവ് എ സ്യൂട്ടബിൾ ക്യാപ്ഷൻ ടു ദ പിക്ചർ. ഈ ഒരു പിക്ചറിന് സ്യൂട്ടായിട്ടുള്ള ഒരു ടൈറ്റിൽ, ഒരു ക്യാപ്ഷൻ കൊടുക്കാനാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു പിക്ചറിന് സ്യൂട്ടായിട്ടുള്ള ഒരു ടൈറ്റിൽ കൊടുക്കണം അല്ലേ? ആ ഒരു പിക്ചറിനുള്ള ഒരു അടിക്കുറിപ്പ് കൊടുക്കണം. നോ ഐ ക്യാൻറ്റ്, എന്നെക്കൊണ്ട് കഴിയില്ല, എനിക്കിത് പെർഫോം ചെയ്യാൻ കഴിയില്ല, എനിക്ക് സാധിക്കില്ല, ആ ഒരു മീനിങ് വരുന്ന രീതിയിൽ. അപ്പം നമുക്ക് അതൊരു ക്യാപ്ഷനായിട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഇതിലാറെ യുക്തിപൂർവ്വം ചിന്തിച്ച് നല്ലൊരു സ്യൂട്ടായിട്ടുള്ള ഒരു ടൈറ്റിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് കൊടുക്കാം. ആ ഒരു പിക്ചറിൻ്റെ താഴെയുള്ള മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഹാവ് യു ഹാഡ് എനി സിമിലർ എക്സ്പീരിയൻസ്? ഇഫ് സോ ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ്. നിങ്ങൾക്കും ഇതുപോലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാനാണ് പറയുന്നത്. ഭൂരിഭാഗം കുട്ടികൾക്കും നമ്മുടെ ചെറുപ്പകാലത്തെങ്കിലും ഇതുപോലൊരു അനുഭവം ഉണ്ടായിരിക്കും അല്ലേ? നിങ്ങൾക്ക് ഇതുപോലൊരു അനുഭവം ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത്. പേജ് നമ്പർ 9 റീഡ് ആൻഡ് ഡിസ്കസ് എന്ന എബ്രഹാം ലിങ്കൻ്റെ ഒരു സ്പീച്ച് ഉണ്ട്, ആബ്സ് ഫസ്റ്റ് സ്പീച്ച്. ആ ഒരു സ്പീച്ച് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ചെയ്യും. ഈ ഒരു വീഡിയോ ലെങ്തി ആവേണ്ടെന്ന് കരുതിയിട്ട് തൽക്കാലം നിർത്തുകയാണ്. ഇന്നത്തെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുന്ന സമയത്ത് ഓൾ എന്നൊരു ഓപ്ഷൻ കൂടെ കാണും, അതുകൂടെ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനെടുത്ത പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പം മൈ ലഞ്ച് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.